ആസ് ഐ എം എ ഡിസൈനർ, ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. ഐ ക്യാൻ ജസ്റ്റ് ഡു തിങ്സ് ആൻഡ് കോൺസെപ്റ്റുകൾ, ക്രിയേറ്റീവ് ഐഡിയാസ് അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള താല്പര്യമായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. മാർക്കറ്റിംഗിൽ വന്നപ്പോൾ ഞാൻ അതിൽ സോഷ്യൽ മീഡിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് കരുതി. അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ക്ലാസ്സിന് കാത്തുനിന്നു. പക്ഷേ സോഷ്യൽ മീഡിയ ചെയ്തതിന് ശേഷം ഹാരിസൺ കോന്ന് മാത്രം എനിക്ക് കിട്ടിയ ഒരു സംഭവം എന്നുള്ളത് എങ്ങനെയാ ഒരു ക്രിയേറ്റീവ് സ്ട്രാറ്റജി എന്നുള്ളൊരു വിഭാഗം, ഇപ്പോൾ ഗിൽബി അതുപോലെ തന്നെ ഷബാങ് പോലത്തെ വലിയ വലിയ ഏജൻസികളിലൊക്കെ ഈ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സോ ദർ ഇസ് എ പ്ലാറ്റ്ഫോം ദെയർ എന്നുള്ള കാര്യം എനിക്ക് ഹാരിസൺ കോന്ന് വന്നപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. ഹായ്, ഐ എം സെയ്ദ് ഹനാൻ. എൻ്റെ വീട് കുഞ്ഞിപ്പള്ളി മാഹിക്കടുത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ഹാരിസൺ കോന്ന് എത്തിയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഏജൻസിയിൽ അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമൊക്കെ. അങ്ങനെ ഈ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ട്. ബട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യുന്ന അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പല കോഴ്സുകൾ നോക്കി അതിന് ശേഷമാണ് ഹാരിസൺ കോയുടെ കോഴ്സ് കണ്ടത്. പല ക്ലാസ്സുകളും ഇപ്പം എല്ലാ വിഷയങ്ങളെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് കണ്ടാൽ ഹൗ ടു മേക്ക് ഇറ്റ് ഗ്രോ എന്നുള്ള സംഭവം എനിക്കിപ്പോൾ എന്താ പറയുക, അതൊക്കെ ഒരു ക്ലയൻറ്റിന് വന്ന് ഏറ്റെടുക്കാനുള്ള ധൈര്യം, അങ്ങനത്തെ പല കാര്യങ്ങളും ഹാരിസൺ കോന്നിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റെടുത്താൽ എന്തിനു പഠിക്കണം, ബിക്കോസ് ദേ ആർ പീപ്പിൾ ഹു ക്യാൻ ഹെൽപ്പ് അസ്. പിന്നെ ഒരു 4 മാസത്തെ കോഴ്സാണ് ഹാരിസൺ കോയിൽ കൊടുക്കലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ. ബട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഹാരിസൺ കോഴ്സ് ലൈക്ക് എന്താ പറയുക ലൈഫ് ടൈം തിങ്. വി ക്യാൻ കം എനി ടൈം ആൻഡ് എവ്രിവെയർ. സോ ടു സ്റ്റഡി അബൌട്ട് ദീസ് തിങ്സ്. അങ്ങനെയാണ് ഹാരിസൺ കോൻ്റെ ഒരു ശൈലി പോകുന്നത്. ആ ഒരു കൾച്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഹാരിസൺ കോന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, പിന്നെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളായിക്കോട്ടെ, ഒക്കെ വളരെ സിമ്പിളായിട്ടും എത്ര ടൈം നിങ്ങളോട് സ്പെൻഡ് ചെയ്യാനും എത്രത്തിനും എന്താ പറയുക നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് വെറുതെ പറയുന്നത് മാത്രമല്ല, അത് ഉണ്ട് എന്നുള്ളതാണ്. ബിക്കോസ് റിസ്വാനായിട്ട് ഒരു ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. റിസ്വാൻ കൈൻഡ് ഒരു ആവശ്യം ചോദിച്ച സമയത്ത് ഹി വാസ് ലൈക്ക് എന്താ പറയുക ഒരു ഫ്രണ്ടിനെ പോലെ ഇരുത്തിയിട്ട് വിഷയങ്ങളൊക്കെ നമുക്കിങ്ങനെ പറയായിരുന്നു. ഈ സംശയം ഉണ്ടായി, മീൻസ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ക്ലയൻറ്റ് വന്നപ്പോൾ എങ്ങനെ അത് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ റിസ്വാൻ കൈൻഡ് ഹി വാസ് ജസ്റ്റ് സിറ്റിംഗ് ടു മീ ആൻഡ് ടെലിങ് എവറിത്തിങ്. കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്താ പറയുക ഒരു കറക്റ്റ് എന്താ പറയുക നമുക്കിങ്ങനെ സ്മൂത്ത് ഫീഡിങ് ടൈപ്പ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ഓൾ വി ഹാവ് ടു ഡു ജസ്റ്റ് ഡു ഇറ്റ്. അത്ര കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. എല്ലാത്തിനും മോട്ടിവേഷനാണ്, എന്ത് കാര്യത്തിലും ശരി. അതാണ് എനിക്ക് ഹാരിസൺ കോന്ന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്നുള്ളത്. ആൻഡ് ഐ ക്യാൻ എന്താ പറയുക ഇനിയിപ്പോൾ എൻ്റെ പാഷൻ എന്താണ്, വാട്ട് ഷുഡ് ഐ ഡു എന്നുള്ളൊരു ബോധം ഹാരിസൺ കോന്ന് ഉണ്ടായിട്ടുണ്ട്. ഹാരിസൺ കോന്ന് ഒരു ബെസ്റ്റ് മെമ്മറി എന്നുള്ളത് ഇവിടുത്തെ ഒരു സ്വഭാവമാണ്. നമുക്ക് എന്തും എപ്പോഴും കിട്ടും എന്നുള്ളൊരു സംഭവം. കാരണം ഇവിടെ ഇന്റേൺ ആണ്, സ്റ്റുഡൻ്റ് ആണ്, അങ്ങനെ നമ്മളെ തോന്നിപ്പിക്കൂല. യു ആർ വൺ ഓഫ് അസ്, യു ആർ ദ ഫാമിലി ഓഫ് ഹാരിസൺ കോ എന്നുള്ളൊരു ടൈപ്പാണ് ഇവിടെ പോകുന്നത്. അത് ഭയങ്കരം എന്താ പറയുക ഒരു നമുക്കൊരു ഫീൽ കിട്ടും. നമുക്കൊരാളെ നമ്മളെ ഗ്രൂപ്പിൽ ചേർത്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം നമുക്ക് കാര്യമായിട്ടുണ്ട്. അതിൽ തന്നെ എന്താ പറയുക ഇപ്പോൾ ഹാരിസ് ഈവൻ ഹീസ് എ ഫൗണ്ടർ, ഒരു ബിസിനസ് മാൻ ആണ്. ബട്ട് ഹി ഹാവ് ടൈം ഫോർ അസ്. നമുക്ക് എത്ര ടൈം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ മൂപ്പര് റെഡിയാണ്. ഒരു വട്ടം മൂപ്പര് അവിടെ ഇരുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചു മൂപ്പരോട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഏകദേശം ഒരു 2 മണിക്കൂറോളം സംസാരിച്ച് നിന്നു. മൂപ്പർക്ക് വേറെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഹി ജസ്റ്റ് എന്താ പറയുക എനിക്ക് വേണ്ടി സമയം കണ്ടു, ഞാൻ ഒറ്റരാക്കാൻ വേണ്ടിയിട്ട്. ഒരു ടൈം കിട്ടിയ സമയത്ത് ഹാരിസ് എനിക്ക് വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് എന്താ പറയുക മൂപ്പര് സംസാരിച്ചിട്ട് എന്നെ വിടുന്നില്ല. വിഷയം ഫുള്ള് പറഞ്ഞിട്ട് ക്ലിയർ ആയതിനു ശേഷം പിന്നെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എനിക്ക് എന്താ പറയുക വിഷയങ്ങൾ കറക്റ്റാക്കി തരാം. സോസ് കൈൻഡ് എന്താ പറയുക അങ്ങനത്തെ ഒരു ഹമ്പിൾ സ്വഭാവം. അതിപ്പോൾ ഇവിടെ എല്ലാവരുടെ അടുത്തായാലും ശരി ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. റിസ്വാൻ്റെ ഒരു സംഭവം ഉണ്ട്. റിസ്വാൻ എനിക്കൊരു ക്ലയൻറ്റിനെ കിട്ടി. ഒരു ക്ലയൻറ്റ് ഫ്രീലാൻസറിൽ ക്ലയൻറ്റിനെ വന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രൈസിങ് എങ്ങനെ നമ്മൾ ആസ് എ ഫ്രീലാൻസർ എനിക്ക് അങ്ങനെ പ്രൈസ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ റിസ്വാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചു. ഞാനൊരു സിമ്പിൾ മെസ്സേജ് അയച്ചു, റിസ്വാൻ എനിക്കൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, എനിക്കിങ്ങനെ ചെയ്യണമെന്ന് മെസ്സേജ് അയച്ചു. റിസ്വാൻ ജസ്റ്റ് നമുക്കൊരു വോയിസ് അയച്ചൊരു കാര്യം മൊത്തം പറയാം. ബട്ട് റിസ്വാൻ ചെയ്ത കാര്യം എന്നുള്ളത് എനിക്കത് മനസ്സിലാവണം എന്നുള്ള എന്താ പറയുക പൂർണ്ണബോധത്തോടു കൂടി റിസ്വാൻ അത് ഫുള്ള് ടൈപ്പ് ചെയ്ത് അയച്ചു. ഇറ്റ് വാസ് ലൈക്ക് എനിക്കിപ്പോൾ ആ സ്ക്രീൻഷോട്ടുകൾ ഞാനിപ്പോൾ ആ മെസ്സേജിൽ പല ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഞാൻ ആ മെസ്സേജ് നോക്കാൻ. അപ്പോൾ റിസ്വാൻ എനിക്കത് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് കറക്റ്റ് ഇത്ര പേയ്മെൻറ്റ് ഇങ്ങനെ ആയിക്കോട്ടെ, ഇത് ഇങ്ങനെയാണ് വാങ്ങുന്നത്, എന്തുകൊണ്ടാണ് വാങ്ങുന്നത്, എങ്ങനെ വാങ്ങണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എന്താ പേഴ്സണലി എനിക്കൊരു അങ്ങനത്തെ ഒരു സംഭവം റിസ്വാൻ ചെയ്യുന്ന സമയത്ത് ഐ വാസ് ലൈക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായി. കാരണം ദേ ആർ ഡെഡിക്കേറ്റഡ് ഫോർ അസ് ഫോർ എവറി ടൈം. ഏത് ടൈമിൽ ചെയ്തിട്ട് കാര്യം നമുക്ക് ചെയ്തു തരുന്നുണ്ട് എന്നുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആരോടെങ്കിലൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിസൺ കോന്ന് റെക്കമെൻഡ് ചെയ്യും. ബിക്കോസ് ഹാരിസൺ കോന്ന് പഠിച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എവിടെ നിന്നും പഠിക്കാം. അതിപ്പോൾ അതിൻ്റെ തിയറീസും കാര്യങ്ങളൊക്കെ എവിടെ നിന്നും പഠിക്കാം. ബട്ട് എന്താ പറയുക ആ പഠിക്കുന്നതിന് കൂടെ തന്നെ ഇവിടെ കിട്ടുന്നൊരു പ്രിവിലേജ് ദാറ്റ്സ് ഡിഫറെൻറ്റ്. ഹാരിസൺ കോൻ്റെ ഫാമിലിയിൽ അംഗമാവുക എന്നുള്ളത് ഇറ്റ്സ് വർത്ത് ഇറ്റ്.
എന്നുള്ള കാര്യം കൂടി എനിക്കിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാൽ പോലും ഈവൻ ഇഫ് ഞാൻ എവിടെ പോയാലും എനിക്ക് ഹാരിസൺ കൊണ്ട് ഒരു എന്താ പറയുക മെൻറ്റർഷിപ്പ് ഒരു തണൽ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എന്നുണ്ട്. അതാണ് എനിക്ക് ഹാരിസൺ ആയിട്ടുള്ള എൻ്റെ ബന്ധം.